എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഒരുപാട് സോൾ റീപ്പേഴ്സ് അവറ്റകളെല്ലാം ചേർന്ന് ഇച്ചിഗോയെ അച്ചറം പൊച്ചറം അറ്റാക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ ഹീറോ അവനിപ്പോൾ ഡബിൾ പവറാണ്. അവൻ അവരെ എല്ലാവരെയും തല്ലി തല്ലി ഓരോ ഭാഗത്തേക്ക് തെറിപ്പിച്ച് കളയും. അടുത്ത നിമിഷം ക്യാപ്റ്റൻ കുച്ചിക്ക് ആളാണെങ്കിൽ ആളുടെ സമ്പത്തുമായിട്ട് ഹീറോയോട് ഏറ്റുമുട്ടുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു വാശി അവന്റെ ഉള്ളിൽ ജനിക്കും. ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ക്യാപ്റ്റൻ കുച്ചിക്ക്, ഇത് ഞാൻ നിനക്ക് തരാൻ പോകുന്ന വലിയൊരു പ്രഹരം തന്നെയായിരിക്കും. റുഖയെ ഞാൻ രക്ഷിച്ചിരിക്കും. ഹ്യൂമൻ വേൾഡിൽ നിന്ന് വന്ന എന്റെ പവർ എന്താണെന്ന് ഈ സോൾ സൊസൈറ്റിയിലുള്ള നീ അറിയും. അത് കേട്ട് കുച്ചിക്കയുടെ കലി അത് കൂടുകയാണ്. അവൻ ദേഷ്യത്തില് ഹീറോയെ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്ത് ഇപ്പൊ ഹീറോയോട് ചോദിക്കും, നീ ഇത് കാണുന്നില്ലേ? എല്ലാവരും റുഖയുടെ എക്സിക്യൂഷൻ അത് നടക്കാനാണ് ആകാംക്ഷയോട് കൂടെ കാത്തിരിക്കുന്നത്. കാരണം അവൾ ചെയ്തത് വലിയ തെറ്റാണ്. നീ നിന്റെ ഫ്രണ്ട്സും ചേർന്ന് രക്ഷിക്കാൻ നോക്കുന്നത് വലിയൊരു ക്രിമിനലിനെയാണ്. അതൊരിക്കലും ഞാൻ അനുവദിക്കില്ല. നീ അവളെ കൂടെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിന്റെ ലൈഫും അപകടത്തിലാവും. സോ മണ്ടത്തരം കാണിക്കാതെ നിനക്കുള്ള ജീവനം കൊണ്ട് നിന്റെ ഫ്രണ്ട്സുമായി എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവും. അതിന് ഇച്ചിഗോ ആണെങ്കിൽ ഇപ്പൊ കുച്ചിക്കോട് ചോദിക്കും, നീ ആക്ച്വലി റുക്കിയുടെ ബ്രദറല്ലേ? എന്നെ കഴിഞ്ഞും കൂടുതൽ അവളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കടമ അത് നിനക്കില്ലേ? അത് കേട്ട് കുച്ചിക്ക് അവനങ്ങനെ ഷോക്കാവും. അവനാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയാതെ അവന്റെ പവർ അതങ്ങനെ റിലീസ് ചെയ്ത് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അത് മനസ്സിലാക്കിയ ഹീറോ അവന്റെ പവർ റിലീസ് ചെയ്ത് ഇപ്പൊ കുച്ചിക്കോയുടെ അറ്റാക്കിനെ അങ്ങനെ പ്രതിരോധിച്ച് നിർത്തുകയാണ്. കൊച്ചിക്കോ ഇച്ചിക്കോയെ അങ്ങനെ തള്ളി മാറ്റി അടിച്ചു പറയും, നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, അവൾ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത വലിയ തെറ്റാണ്. സോ നിന്നെയും നിന്റെ കൂടെയുള്ള എല്ലാവരെയും കൊന്നിട്ടാണെങ്കിലും അവളെ ഞാൻ തിരികെ പിടിക്കും. അവൾക്ക് വിധിക്കപ്പെട്ട ഡെത്ത് പെനാൽറ്റി അത് ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ സമ്പത്തും കയ്യിലേന്തി അങ്ങനെ ഉഷാറായിട്ട് ഹീറോയുടെ അടുത്തേക്ക് ഓടി അടുക്കും. തട്ടി ചെയ്താ ഇവിടെ റുക്യ. അവളാണെങ്കിൽ ടെൻഷനായിട്ട് റാഞ്ചിയോട് പറയും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഇവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് എത്രയും വേഗം നീ തിരികെ പോണം. ഇച്ചിഗോയ്ക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എന്റെ ബ്രദർ കുച്ചിഗോയായിട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാവില്ല. നിന്റെ സഹായം അവന് ആവശ്യമാണ്. റാഞ്ചി ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. എന്റെ ആവശ്യം ഇച്ചിഗോയ്ക്കില്ല. അവൻ നീ കരുതുന്നത് പോലെ പഴയ ആ ഹ്യൂമൻ അല്ല. അവൻ ഒരുപാട് ട്രെയിനിങ് എടുത്ത് ഇപ്പൊ നിന്റെ ബ്രദറിന്റെ അത്രയും തന്നെ പവർഫുൾ ആയി കഴിഞ്ഞു. സോ അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. ഇച്ചിഗോ എന്നെയാണ് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. സോ നിന്റെ സെക്യൂരിറ്റി അതെനിക്ക് നോക്കിയേ പറ്റൂന്ന് പറഞ്ഞ് അവളുമായിട്ട് മുൻപോട്ടേക്ക് കുതിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ക്യാപ്റ്റൻ ഒക്കിത്തോക്കെ കാണിക്കും. അതുപോലെ തന്നെ 4th ഡിവിഷനിലെ ക്യാപ്റ്റനും ഒരു രണ്ടുപേരും നമ്മുടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാന്ന് മനസ്സിലാക്കിയ ആ പ്രധാന ചീഫ് മൊട്ട ആളാണെങ്കിൽ ക്യാപ്റ്റൻ ഒക്കിത്താക്കിയോട് തീർത്തു പറയും, നീ ഇപ്പൊ ചെയ്യുന്നത് വലിയ ക്രൈമാണ്. ഇതിനുള്ള പെനാൽറ്റി തീർച്ചയായിട്ടും നീ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനിയെങ്കിലും തിരിച്ചറിയണം മിസ്റ്റേക്സ്. സോൾ റീപ്പേഴ്സിനെതിരായി ഒരു കാരണവശാലും നീ പ്രവർത്തിക്കാനായിട്ട് ഇനിയെങ്കിലും പാടില്ല. ഉടനെ ഒരു തൊപ്പിക്കാരൻ ക്യാപ്റ്റനാണെങ്കിൽ ഒക്കിത്താക്കിയെ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോവാണ്. ഒക്കിത്താക്കിക്കാണെങ്കിൽ ആളുടെ ടെൻഷൻ കൂടി കൂടി വരും. നമ്മുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെന്ന് അവൻ ഒരുപാട് ആഗ്രഹമുണ്ട്. കട്ട് ചെയ്ത ഹിൽ ടോപ്പിൽ സൈഫോൺ അവളാണെങ്കിൽ ഒക്കിത്താക്കിയുടെ ന്യൂട്ടണറിനെ അങ്ങനെ പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലുകയാണ്. അവന്റെ ചെസ്റ്റ് അതവൻ ചവിട്ടി ഞെരിച്ച് അങ്ങനെ ക്രഷ് ചെയ്ത് കളയാണ്. അവൻ വേദനയിൽ അങ്ങനെ നിലവിളിക്കും. അവന്റെ നിലവിളിയും ശബ്ദമൊക്കെ കേട്ട് 4th ഡിവിഷൻ ക്യാപ്റ്റൻ അവൾ അവിടേക്ക് ഓടിയെത്തും. അതിനുശേഷം അവനെ അങ്ങനെ തൂക്കിയെടുത്ത് അവളുടെ കയ്യിലുള്ള സമ്പത്തു ഒരു പ്രത്യേക ക്രീച്ചറാക്കി മാറ്റി അങ്ങനെ അവനെയും കൊണ്ട് ഫ്ലൈ ചെയ്ത് പോവാണ്. അവളാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇപ്പൊ സേഫാണ്. എത്രയും വേഗം നമുക്ക് 4th ഡിവിഷന്റെ ആ ഒരു ഭാഗത്തേക്ക് പോവാം. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്നെ ആരും തൊട്ടുപോലും വേദനിപ്പിക്കില്ല. അവന്റെ ഉള്ളിലാണെങ്കിൽ നല്ല പേടിയുണ്ട്. പക്ഷെ ക്യാപ്റ്റൻ ആണെങ്കിൽ അവനെ ആശ്വസിപ്പിച്ച് സ്ക്വാഡ് 4ന്റെ ആ ഒരു ബേസിലേക്ക് കൊണ്ടുവരും. അവർ ലാൻഡ് ചെയ്ത ഉടൻ തന്നെ ആളുടെ സമ്പത്തുവിലേക്ക് ആ ഒരു സ്പെഷ്യൽ ക്രീച്ചറിനെ അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ഇതാണ് ആളുടെ ഒരു സ്പെഷ്യൽ ടെക്നിക്ക്. അവിടെയാണെങ്കിൽ ക്യാപ്റ്റനെ വെയിറ്റ് ചെയ്ത് ഒരുപാട് സബോർഡിനേറ്റ്സ് ഉണ്ട്. അവിടെ എത്തിയതിനു ശേഷം അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ എന്തൊക്കെയോ ചില കാര്യങ്ങൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞ ഇവിടെ ഒക്കിത്താക്കിയെയും ആ തൊപ്പിക്കാരൻ ക്യാപ്റ്റനെയും അവർ രണ്ടുപേരെയും കാണിക്കുകയാണ്. അവർ ആ ഹിൽ ടോപ്പിലേക്ക് എത്തിയതിനു ശേഷം ചുറ്റും നോക്കും. അപ്പൊ അവർ കാണും ദൂരത്തായിട്ട് അവരുടെ സീനിയർ ക്യാപ്റ്റൻ ആ മൊട്ടത്തലയൻ ആളാണെങ്കിൽ ഇപ്പൊ അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ആളുടെ സ്പീഡ് അത് അവിടെയുള്ള എല്ലാ ക്യാപ്റ്റൻസിനെ കഴിഞ്ഞും ഒരുപാട് കൂടുതലാണ്. ആളുടെ പവറും സ്കില്ലും ഒക്കെ വളരെ മികച്ചതാണ്. അതുകൊണ്ടാണ് ആൾ ഈ സോൾ സൊസൈറ്റിയുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ക്യാപ്റ്റനായി മാറിയത്. മൊട്ട ക്യാപ്റ്റൻ ആണെങ്കിൽ അവർ രണ്ടുപേരെയും അങ്ങനെ നോക്കി നിൽക്കും. അത് കാണുമ്പോൾ തന്നെ തൊപ്പിക്കാരന്റെ അസിസ്റ്റന്റ് അവന് മനസ്സിലാവും
സീനിയർ ക്യാപ്റ്റൻ അവരെ പണിഷ് ചെയ്യാൻ പോവാണെന്ന്. അവനാണെങ്കിൽ സീനിയർ ക്യാപ്റ്റന്റെ അടുത്തേക്ക് വന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. പക്ഷെ ക്യാപ്റ്റൻ ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല. അതിനുശേഷം തൊപ്പിക്കാരൻ ക്യാപ്റ്റൻ ആളവന്റെ അസിസ്റ്റന്റിനെ അടുത്തേക്ക് വിളിച്ച് അവനെ സമാധാനിപ്പിച്ച് അവിടുന്ന് പറഞ്ഞയക്കും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തീർച്ചയായിട്ടും ഞാൻ തിരികെ വരും. നമ്മുടെ ടീമിനെ അതിന് സ്ട്രോങ് ആയിട്ട് നീ മുൻപോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ആളവനെ പറഞ്ഞയക്കും. അതിനുശേഷം ആ ഓൾഡ് മാൻ മൊട്ടത്തലയൻ ആളാണെങ്കിൽ ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരികയാണ്. നിങ്ങളെ രണ്ടുപേരെയും വെറും ഓൾഡ് റിപ്പോസ് ആയിട്ടോ ക്യാപ്റ്റൻസ് ആയിട്ടോ അല്ല ഞാൻ കണ്ടിരിക്കുന്നത്. ചെറുപ്പം മുതലേ ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അക്കാദമിയിലെ ഏറ്റവും നല്ല ബെസ്റ്റ് സ്റ്റുഡൻസ് നിങ്ങൾ രണ്ടുപേരുമായിരുന്നു. നിങ്ങളിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരുന്നത്. സോൾഡ് റിപ്പോസിന്റെ ഉയർച്ചയ്ക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും സോൾഡ് റിപ്പോസിന് അഭിമാനം കൊള്ളിക്കുന്ന മറ്റൊരുപാട് നേട്ടങ്ങളും നിങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ തന്ന് ഇത്രയും വലിയ പൊസിഷനും അധികാരവും ഒക്കെ തന്നെ കൈവിട്ട് തന്നത്. അത് നിങ്ങളിലുള്ള വിശ്വാസവും സ്നേഹവും ഒക്കെ കൊണ്ടാണ്. നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളെ പോലെയായിരുന്നു. പക്ഷേ നിങ്ങൾ എൻ്റെ പ്രതീക്ഷ അത് മുഴുവൻ തച്ചൊടച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. ഇതിനെനിക്ക് നിങ്ങളോട് ക്ഷമിക്കാനായിട്ട് കഴിയില്ല. തീർച്ചയായിട്ടും ഇതിനുള്ളത് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അത് കേട്ട് തൊപ്പിക്കാരനാണെങ്കിൽ ഇപ്പൊ മാസ്റ്ററിനോട് പറയും, മാസ്റ്റർ, ഞങ്ങൾ രണ്ടുപേരും ആരെയും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനോ നശിപ്പിക്കാനോ അല്ല ശ്രമിച്ചത്. നിരപരാധിയായ തെറ്റുകൾ ചെയ്യാത്ത രുഖ്യ അവൾ രക്ഷപ്പെടണം, അതിനുവേണ്ടി അവളെ സഹായിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. അത് കേൾക്കേണ്ട താമസം കലിയിളകിയ മാസ്റ്റർ ആളാളുടെ സ്റ്റിക്ക് അങ്ങനെ കയ്യിലെടുത്ത് ഫസ്റ്റ് ഫോം റിലീസ് ചെയ്യും. സീനിയർ ക്യാപ്റ്റന്റെ പവർ അതിപ്പോ അൺലിമിറ്റഡ് ആയിട്ട് പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. അത് കണ്ട ഈ രണ്ട് ക്യാപ്റ്റൻസ് അവരങ്ങനെ പേടിച്ചു നിൽക്കും. അദ്ദേഹത്തിന്റെ പവർ അവിടെ മുഴുവൻ സ്പ്രെഡായി ആ സോൾ സൊസൈറ്റി തന്നെ കിട്ടിങ്ങി വിറക്കുകയാണ്. അടുത്ത നിമിഷം ആളുടെ ഡ്രസ്സ് അങ്ങനെ കീറി ആളുടെ ജിം ടെറർ ബോഡിയിൽ ആളങ്ങനെ പവറായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.